ഞങ്ങൾ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളും കൊല്ലപ്പെടില്ലായിരുന്നു എന്ന് ഉദാഹരണ സഹിതം കേരളത്തിലെ രാഷ്ട്രീയ കൊലകളെ സൈദ്ധാന്തികമായി നിയമസഭയിൽ വിശദീകരിച്ച ആളാണ് എം സ്വരാജ്. യുദ്ധത്തെക്കുറിച്ച് അതിനെ ന്യായീകരിക്കുന്ന ഏതൊരാളും വലിയ ചിലവില്ലാതെ പറയുന്ന നരേറ്റീവാണ് സ്വരാജും ഇക്കാര്യത്തിൽ പറഞ്ഞത്. കൊല്ലപ്പെടാതെ തന്നെ കൊന്ന ചരിത്രങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ അതിനെയും കവച്ചു വെച്ചുകൊണ്ട് ആക്രമണങ്ങളെയും യുദ്ധങ്ങളെയും ഒരു പ്രത്യേക തരത്തിൽ മാത്രം കണ്ട് അഹിംസ യുദ്ധവിരുദ്ധ സാഹിത്യങ്ങൾ എഴുതിവിടുന്ന തിരക്കിലാണ് സഖാവ് എം സ്വരാജ്. അത് കുത്തും കോമയും മാറ്റാനില്ലാത്ത കല്ലിൽ കൊത്തിയ നിലപാടാണെന്നും സ്വരാജ് അവകാശപ്പെടുന്നു. കല്ലിൽ കൊത്തിവെച്ച നിലപാടുകളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അതിജീവനത്തെ ഒരിക്കലും സഹായിക്കില്ല എന്ന് സഖാവിനെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. വിമർശനങ്ങളൊന്നും താൻ കാര്യമായി എടുത്തിട്ടില്ല എന്നും അതുതന്നെയാണ് നിലപാട് എന്നും സംഘപരിവാർകാർ ഒരിക്കലും നല്ലത് പറഞ്ഞിട്ടില്ല എന്നുമൊക്കെയാണ് പോസ്റ്റിൽ പ്രതികരണമായി സഖാവ് എഴുതുന്നത്. വലിയ ചിലവില്ലാതെ പതിവ് പോലെ സംഘപരിവാറിൽ കെട്ടിമേഞ്ഞ് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് സ്വരാജ് തന്നെ ചിന്തിച്ചാൽ കൊള്ളാം. സ്വരാജിൻ്റെ FB പോസ്റ്റിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് മറുപടി പറയും എന്ന ദുരാഗ്രഹം ഒരിക്കലുമില്ല. സഖാക്കളുടെയും ഫാൻസിൻ്റെയും സംഘപരിവാർ മുറവിളികൾ കമൻറ്റിന് താഴെ പ്രതീക്ഷിക്കുന്നു എന്നതിനപ്പുറം യാതൊരു ദുരാഗ്രഹവുമില്ല. കമൻറ്റിൽ കൂടുതൽ എഴുതാൻ ഫേസ്ബുക്കിൻ്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് അവിടെ എഴുതിയ കമൻറ്റ് ഇവിടെ ആവർത്തിക്കുന്നു. എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളെ വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു പഴയ സഖാവാണ് ഞാൻ. പക്ഷേ നിങ്ങൾ അടിക്കടി നിരാശപ്പെടുത്തുന്നു. ആദ്യം നിങ്ങൾ കണ്ണു തുറന്ന് ലോകത്തെ കാണാൻ ശ്രമിക്കണം. കേരളത്തിലെ ഇട്ടാവട്ടത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം കണ്ണറിഞ്ഞു നോക്കിയാൽ നിങ്ങൾ VD സതീശനുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കുറച്ച് ചോദ്യങ്ങൾ ചുവടെ ചോദിക്കാം. താങ്കളോ സഖാക്കളോ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്ത് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ പ്രധാനമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം. താങ്കൾ ഹമാസ് ഇസ്രയേൽ സംഘർഷത്തെക്കുറിച്ച് എഴുതിയതുപോലെ തന്നെ ആ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ആൻറ്റി സെമറ്റിസത്തിനൊപ്പം ആൻറ്റി കമ്മ്യൂണിസ്റ്റ് നിലപാട് കൂടി സ്വീകരിക്കുന്ന തീവ്രവാദി സംഘടനകളോട് അങ്ങയുടെ നിലപാട് പഴയത് തന്നെയാണോ? ഹമാസ് എന്ന ഭീകര സംഘടന ജസ്റ്റിഫൈ ചെയ്യപ്പെടണമെന്ന് താങ്കൾ ഇപ്പോഴും കരുതുന്നുണ്ടോ? ഹമാസ് നേതാക്കളുടെ സ്വത്ത് വിവരം ഈ കഴിഞ്ഞ വർഷം പുറത്തു വന്നത് താങ്കൾ കണ്ടിരുന്നു. ഗസ പലസ്തീനികളുടെ ഉൺട്രാ ഫണ്ട് അടക്കം തട്ടിയെടുത്ത് അതിസമ്പന്നരായി വിദേശത്ത് സുഖജീവിതം നയിക്കുന്ന ഹമാസ് നേതാക്കളെ താങ്കൾ ഇപ്പോഴും പോരാളികൾ എന്നാണോ വിളിക്കുന്നത്? മരണാരാധനയിൽ കുടുക്കി മനുഷ്യനെ പറുദീസ കാണിച്ച് മയക്കി കൊലയ്ക്ക് കൊടുക്കുന്ന മതങ്ങളെക്കുറിച്ച് കാറൽ മാർക്സ് എഴുതിയതെങ്കിലും താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ നേരിടുന്നത് തീവ്രവാദ ആക്രമണമാണ്. മിഡിൽ ഈസ്റ്റിലെ അതേ തീവ്രവാദ ബ്രദർഹുഡ് പാൻ പൊളിറ്റിക്സ് തന്നെയാണ് അവരുടെയും ആശയം. അതായത് ഇസ്ലാമിൻ്റെ പരമാധികാരം തന്നെയാണ് അവരുടെയും ആശയം. താങ്കൾ ഏതിനോട് യോജിക്കും? UN അംഗീകരിച്ച രാജ്യങ്ങൾ തമ്മിലും അല്ലാതെ ഏതെങ്കിലും മത തീവ്രവാദ സംഘടനകൾ തമ്മിലുമുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധത്തെയാണോ യുദ്ധം എന്ന് കുറ്റപ്പെടുത്തി മുഴുനീള സാഹിത്യം താങ്കൾ എഴുതിയത്? ഇത് യുദ്ധമെന്ന് സ്ഥാപിച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെ തീവ്രവാദത്തെ രക്ഷിച്ചെടുക്കാനുള്ള പാക് ശ്രമവും ഇതുതന്നെയല്ലേ? ഇന്ത്യൻ മുസ്ലിങ്ങളെ അപരവത്കരിക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദികളാണ്. അതിന് അവർ ഉപയോഗിക്കുന്നത് ഖുറാനും ഹദീസുകളുമാണ്. തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഈ പുസ്തകങ്ങളാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം താങ്കൾക്കുണ്ടോ? സോവിയറ്റ് യൂണിയനും ഹിറ്റ്ലറും തമ്മിലെ യുദ്ധത്തിൻ്റെ 80ാം വാർഷിക ദിനത്തിൽ ഇന്ന് ഇരുന്നു കൊണ്ട് സ്റ്റാലിൻ ഹിറ്റ്ലറെ വിളിച്ചിരുത്തി മാനിഫെസ്റ്റോ വായിച്ചിട്ടാണ് വിജയിച്ചത് എന്നാണോ താങ്കൾ കരുതുന്നത്? യുദ്ധം എന്നും അപലപിക്കപ്പെടേണ്ടതാണ്. അത് ചെയ്യാൻ വലിയ ചിലവും തലച്ചോറിനില്ല. എന്നാൽ യുദ്ധവും നയതന്ത്രവും ഒക്കെയാണ് നാഗരികതയെ മുന്നോട്ട് നയിച്ചത് എന്ന കൈപ്പേറിയ സത്യം താങ്കൾ അറിയുക. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് നടക്കുന്ന സംഭവങ്ങൾ ആധുനിക നാഗരികതയും പ്രാചീന ഗോത്രീയതയും തമ്മിലുള്ള പോരാട്ടമാണെന്നും മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പോക്കിന് നാഗരികതയുടെ വിജയമാണ് അനിവാര്യമെന്നും താങ്കൾ അറിയുക. ഞങ്ങൾ കൊല്ലപ്പെടുന്നില്ല എങ്കിൽ
നിങ്ങൾ കൊല്ലപ്പെടില്ല. CPM നടത്തുന്ന ഇറച്ചിവെട്ട് കൊലകളെ ന്യായീകരിച്ചുകൊണ്ട് എം സ്വരാജ് പണ്ട് പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ്: അച്ഛനമ്മമാരുടെ മുന്നിലിട്ട് മക്കളെ വെട്ടിക്കൊല്ലുക, ഭാര്യയുടെ മുന്നിൽ നിന്നും ഭർത്താവിനെ വലിച്ചിറക്കി കത്തി കയറ്റി കൊല്ലുക, അധ്യാപകനെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് വെട്ടിയെറിഞ്ഞു കൊല്ലുക, മൃഗീയമായി കൊല്ലപ്പെട്ട ആളെ കുലംകുത്തിയായി ചിത്രീകരിക്കുക, നേരിട്ട് കൊല്ലാൻ സാധിക്കാത്ത ആളെ ആത്മഹത്യയിൽ എത്തിക്കുക. CPMൻ്റെ പ്രതികാരത്തിൻ്റെ എണ്ണത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് കണ്ടാൽ കൊളംബിയൻ മാഫിയ പോലും ലജ്ജിച്ച് തലതാഴ്ത്തും. ഇപ്പോൾ എം സ്വരാജ് തുടങ്ങി CPM കൾട്ടുകൾ വരെ പ്രതികാരങ്ങൾക്ക് എതിരാണ് എന്ന് കാണുമ്പോൾ CPM ഒരാഴ്ച കൊണ്ട് ധർമ്മം ശരണം ഗച്ഛാമി അടിച്ച പോലെയാണ്. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തെ പിന്തുണച്ച് ധീരസഖാക്കൾ എഴുതിയ വാക്കുകളിലെ മഷി പോലും ഉണങ്ങിക്കാണില്ല. ചൈന അവിടുത്തെ ക്ലിൻജിയാങ് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് CPM പറയുന്ന പേരാണ് ഡീ റാഡിക്കലൈസേഷൻ. ഇതെല്ലാം ഇവർ പെട്ടെന്ന് മറന്നു എന്ന് തോന്നുന്നു. പ്രതികാരം ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല. നിരപരാധികൾക്ക് എന്നല്ല, അപരാധികൾക്ക് മേൽ പോലും നിയമ സംവിധാനമാണ് പ്രതിക്രിയ നടപടികൾ എടുക്കേണ്ടത്. പക്ഷേ കോടതി വെറുതെ വിട്ടവരെ പോലും പതിയിരുന്ന് വെട്ടിക്കൊല്ലുന്ന CPM ഇതൊക്കെ പറയുമ്പോഴാണ് അതൊരു ദഹിക്കാൻ പ്രയാസമുള്ള തമാശയായി മാറുന്നത്.